തീർച്ചയായിട്ടും ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒരു നാട്ടുകാരും മുഴുവൻ ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഉദ്ദേശത്തോടാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങിയത്. കുടുംബശ്രീ ചെമ്പഴന്തി കുടുംബശ്രീക്കാരാണ് ഇതിന് 52 കുടുംബശ്രീകൾ ഒന്നിച്ച് തുടങ്ങിയതിൻ്റെതായിട്ട് ആ കുട്ടിക്ക് എങ്ങനെയെങ്കിലും അത് രക്ഷപ്പെടണമെന്നുള്ള ഒറ്റ ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ പണം നേരിട്ടല്ല സ്വീകരിക്കുന്നത്, അക്കൗണ്ട് വഴിയാണ് സ്വീകരിക്കുന്നത്. ആ പ്രവൃത്തി ഇനിയും നടന്നുകൊണ്ടിരിക്കുന്ന 2 ആഴ്ചയാണ് ഈ സർജറി നടക്കാൻ ആവശ്യമുള്ള ദിവസം. പാർട്ടി അല്ലാതെയും പാർട്ടി ഇങ്ങനെ ഒരു വേർതിരിപ്പും ഇല്ലാതെ എല്ലാരും ഒത്തൊരുമയായിട്ട് സഞ്ജയ് മോഹന് വേണ്ടി ഒരു ബിരിയാണി അല്ല, അതിന്റെ ജീവനാണ് ഞങ്ങള് കൊടുക്കാൻ വേണ്ടി, അല്ലാതെ ഒരു ബിരിയാണി എന്നുള്ളതല്ല. നമസ്കാരം. ഇന്ന് സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്തും വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ നടക്കുകയാണ്. പക്ഷേ തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ ഒരു വ്യത്യസ്തപരമായിട്ടുള്ള ഒരു രീതിയാണ് കണ്ടുവരുന്നത്. ആ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. അത് പ്രത്യേകിച്ച് മറ്റൊന്നുമല്ല, നമ്മൾ 2 ദിവസം മുമ്പ് ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഒരു ദയനീയ അവസ്ഥ മലയാളി വാർത്തയുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരുന്നു. ബ്ലഡ് ക്യാൻസർ ആയിരുന്നു ആദ്യം. അത് 2019 ആണ് അസുഖം ആദ്യമായിട്ട് വന്നത്. അത് നമ്മൾ 2-2.5 വർഷത്തോളം RCCയിൽ ട്രീറ്റ്മെന്റ് ചെയ്തു. അവന് അസുഖം കുറഞ്ഞായിരുന്നു, പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ RCCയിൽ ഫോളോ അപ്പ് 3 മാസത്തിലൊരിക്കൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഈ മെയ് മാസം ആയപ്പോൾ വീണ്ടും അവന് ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചതാണ്. അപ്പോൾ രണ്ടാമത് വീണ്ടും അസുഖം തിരിച്ച് വന്നേക്കുവാണ്. അതിപ്പോൾ ബാധിച്ചിരിക്കുന്നത് മജ്ജയിലാണ് എന്ന് പറഞ്ഞ്. എന്നിട്ട് അവരവിടെ കീമോ ചെയ്തായിരുന്നു. 1 മാസത്തോളം കീമോ ചെയ്ത് 1.5 മാസം ഞങ്ങൾ അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവർ വീണ്ടും ബോൺ മാരോ ടെസ്റ്റ് ചെയ്തപ്പോൾ വീണ്ടും പോസിറ്റീവായി. അപ്പോൾ പറയുന്നത് ഇനി അവിടെ RCCയിൽ ട്രീറ്റ്മെന്റ് ഇല്ല, ഇനി അവർ മജ്ജ മാറ്റി വയ്ക്കൽ മാത്രമേ അവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഏക മാർഗം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു. അപ്പോൾ അവിടെ അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് 40 ലക്ഷം രൂപയോളം ആകുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം അവിടെ 6 മാസത്തോളം നമ്മൾ താമസിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ പോയി വന്ന് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പം മോളാണ് ഡോണർ എത്തിക്കുന്നേ, സഹോദരി. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇത്ര കാശിനുള്ളിൽ നിൽക്കുന്നത്, 40-അകത്ത് നിൽക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഡോണർ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമാണ്. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഭർത്താവിന്റെ കൂലിപ്പണിയാണ്. അപ്പൊ അതിനുള്ള വരുമാനം കൊണ്ടാണ് നമ്മൾ. എപ്പോഴാണ് ഞങ്ങൾക്കൊരു 3 ആഴ്ചത്തെ സാവകാശം തന്നിരിക്കുന്നത്. 3 ആഴ്ച. അപ്പൊ ആ സമയത്ത് ഞങ്ങക്ക് അവിടെ ഇപ്പൊ ചെല്ലാനാ പറയുന്നേ. പക്ഷെ ഞങ്ങക്ക് പോകാനുള്ള കാശൊന്നും ഇല്ലാത്തത് കൊണ്ട് അവര് ആ ഒരു 3 മാസത്തെ ഗ്യാപ്പിൽ അവന് വേണ്ട കീമോ ചെയ്യാനായിട്ട് RCCയിലേക്ക് എഴുതി തന്നായിരുന്നു. സഞ്ജയ് എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു ചികിത്സ വേണ്ടുന്ന സാഹചര്യമാണ്. ആ കുട്ടിക്ക് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം എന്നുള്ളൊരു സാഹചര്യത്തിലാണ്. പക്ഷേ നിർധനരായിട്ടുള്ള കുടുംബമാണ്. അച്ഛനും അമ്മയും ഒക്കെ എല്ലാവരും കൂടെ ശ്രമിച്ചാൽ പോലും പറ്റാത്തൊരു തുകയാണ് ഇപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത്. ഏകദേശം 40 ലക്ഷത്തോളം രൂപ ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി വെറും 2 ആഴ്ചക്കുള്ളിൽ വേണമെന്നുള്ള സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും രാഷ്ട്രീയവും മറ്റ് പല കാര്യങ്ങളും കൊണ്ട് നാട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ ജീവൻ നിലനിർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ നാട്ടുകാർ ഒന്നടങ്കം പ്രയത്നിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കൊരു പക്ഷേ പലപ്പോഴും കുടുംബശ്രീ എന്ന് പറയുമ്പോൾ അവരെ കളിയാക്കുന്ന രീതിയിലുള്ള പല മീമുകളും സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജയ്ക്ക് ഒപ്പം നിൽക്കുന്നത് കുടുംബശ്രീ പ്രവർത്തകർ കൂടെയാണ് എന്നുള്ളതാണ്. അവർ മുൻകൈ എടുത്തുകൊണ്ടുള്ള ഒരു സഹായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിരിയാണി ചലഞ്ച് അടക്കം നടത്തിക്കൊണ്ട് സഞ്ജയുടെ സഹായ ഫണ്ടിലേക്ക് വേണ്ടുന്ന പണം സ്വരൂപിക്കാനുള്ള ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ് ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇനി പ്രേക്ഷകരായ നിങ്ങൾക്കും എന്തെങ്കിലും സഹായങ്ങൾ നൽകാൻ പറ്റുമെങ്കിൽ അതും കൂടെ ആകുമ്പോൾ സഞ്ജയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. സഞ്ജയുടെ വീട്ടുകാരെ സംബന്ധിച്ച് സഞ്ജയ്ക്ക് ഒരു സഹോദരിയുണ്ട്. അച്ഛനും അമ്മയും 2 അച്ഛന്റെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ആ വീട്ടിലുള്ളത്. പക്ഷേ ആ വീടെന്ന് പറയുന്നത് നമ്മൾ കുറച്ചു ദിവസം മുമ്പ് തന്നെ നിങ്ങൾക്കൊക്കെ കാണിച്ചു തന്നതാണ്. വീട് ചോർന്നൊലിക്കുന്ന വീട്. ഇപ്പോൾ ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് അണുബാധയൊന്നും ഇല്ലാതെ പൊടിയൊന്നും അടിക്കാതെയുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള വീടാണ്. പക്ഷെ സാമ്പത്തികപരമായി അവർക്ക് അതിന് പോലും പറ്റുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് ആ സഞ്ജയ് ഇപ്പോഴും താമസിക്കുന്നത്. അത് മാത്രമല്ല, കുട്ടിക്ക് ചികിത്സയുടെ ഭാഗമായിട്ട് വലിയൊരു തുക തന്നെയാണ് ദിനം പ്രതി ചിലവായി
പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സാധാരണ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ കുടുംബം പോറ്റുന്ന ഒരു പിതാവിന്റെ കുടുംബമാണ് അത്. അതുകൊണ്ട് തന്നെ അവർക്ക് താങ്ങുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ആണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും രാഷ്ട്രീയം നോക്കാതെ ഈ നാട്ടുകാരെല്ലാവരും ഒന്നിച്ചു തന്നെയാണ് ഇപ്പോൾ സഞ്ജയ്ക്ക് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഒരുപാട് ആളുകളാണ് എത്തിയിരിക്കുന്നത്. സഞ്ജയ് എന്ന് പറയുന്ന ഒരു കൊച്ചു കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായിട്ടാണ് അണിയൂർ കേന്ദ്രമാക്കി കുടുംബശ്രീ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ ബിരിയാണി ചലഞ്ച് നടത്തുന്നത്. ഏകദേശം 40 ലക്ഷത്തിന് മുകളിൽ രൂപ ചെലവ് വരുന്ന ഒരു ചികിത്സാ കാര്യത്തിന് വേണ്ടിയുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ബിരിയാണി ചലഞ്ച് നടത്തുന്നത്. ഈ ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായി ലഭിക്കുന്ന മിച്ചം തുക കൊണ്ട് മാത്രം ഈ ചികിത്സാ ചെലവ് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നറിയാം. എങ്കിലും വലിയൊരു സാമ്പത്തിക ബാധ്യത വരുന്നതിന്റെ ഒരു ഭാഗമായി ഈ പ്രദേശത്തെ ജനങ്ങളുടെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണത്തോടുകൂടി MLA-യുടെ നേതൃത്വത്തിലും വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിലും വിവിധ സംഘടനകളുടെയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ ബിരിയാണി ചലഞ്ച് നടത്തുന്നത്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾ ഇതിനോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇനിയുള്ള നാളുകളിലും ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതുവരെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം ഞങ്ങൾ ഈ സഞ്ജയ് ചികിത്സാ സഹായ നിധിയുടെ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാവരും ഒന്നിച്ചു ചേർന്ന്, ഒരു നാട്ടുകാർ മുഴുവൻ, അതില് പാർട്ടിയൊന്നോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ, ജാതി മത വ്യത്യാസം ഒന്നും ഇല്ലാതെയാണ് എല്ലാവരും ഒന്നിച്ച് ഒരേപോലെ ഒരേ മനസ്സോടു കൂടിയാണ് അണിനിരക്കുന്നത്. അതുപോലെ പൈസയായിട്ടും ആൾക്കാർ സഹായിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഈ ബിരിയാണി ചലഞ്ചിലൂടെയും എല്ലാവരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഇന്നലെ രാത്രി മുതൽ ഒത്തിരി ദിവസമായിട്ട് ഇതിന്റെ പിറകെ പാഞ്ഞു നടന്നാണ് പൈസയൊക്കെ പിരിക്കുന്നതും. അതുപോലെ ഈ ബിരിയാണി ആൾക്കാരെ കൊണ്ട് പങ്കെടുപ്പിച്ച് ഇതൊരു വലിയ വിജയമാക്കി തീർക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ മോന് തീർച്ചയായിട്ടും അവന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇതിലൂടെ കഴിയും. ഒത്തിരി ഈ നാട്ടിലെ എല്ലാവരുടെയും പ്രാർത്ഥന തീർച്ചയായിട്ടും ഇതിനോടൊപ്പം ഉണ്ട്. നമ്മളെ കടയിലൊക്കെ വരെ എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പാവമാണ്. ഇങ്ങനെ വന്നപ്പോഴേ നമുക്കൊരു വിഷമം. 8 വയസ്സിൽ വന്നതാണ് മോന്. പോയിട്ട് ഇപ്പം 8ാം ക്ലാസ്സിലായപ്പോൾ വീണ്ടും വന്നു മക്കൾക്ക്. എങ്ങനെയെങ്കിലും അത് അസുഖം കുറഞ്ഞ് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മളെല്ലാവരും. നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള മോൻ തന്നെ എത്രയും പെട്ടെന്ന് അത് അസുഖം മരിച്ച കൊടുക്കണം. മോളാണ് കൊടുക്കണം മരിച്ച. അത് നമ്മുടെ മെഡിക്കൽ കോളേജ് പാങ്ങപ്പാറ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ആ കുട്ടിക്ക് വേണ്ടി ഇവിടുത്തെ നമ്മുടെ ചെമ്പഴന്തി വാർഡിലെ മുഴുവൻ ജനങ്ങളും ഇതിനു വേണ്ടിയിട്ട് സഹകരിച്ചിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. സഞ്ജയിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. എന്താണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്? ഇത് തന്നെയാണ്, എങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. ആ കുട്ടിയെ മാക്സിമം സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ചെമ്പഴന്തി വാർഡെന്ന് മാത്രമല്ല ഈ പ്രദേശം ഒന്നടങ്കം ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവരും. ചേച്ചി സഞ്ജയിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണല്ലോ, അപ്പൊ എന്താണ് പറയാനുള്ളത്? എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാനാണോ? ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഉദ്ദേശത്തോടാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങിയത്. കുടുംബശ്രീ ചെമ്പഴന്തി കുടുംബശ്രീക്കാരാണ് 52 കുടുംബശ്രീകൾ ഒന്നിച്ച് തുടങ്ങിയതിൻ്റെതായിട്ട് ആ കുട്ടിക്ക് എങ്ങനെയെങ്കിലും അത് രക്ഷപ്പെടണമെന്നുള്ള ഒറ്റ ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും ചാലഞ്ച് ഏറ്റെടുത്തത്. അതിന് വിജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. വിജയിക്കുന്നത് വിശ്വാസം എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ സഞ്ജയ് ചികിത്സാ സഹായ ഫണ്ടിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. നാടൊന്നാകെ ഈ സഞ്ജയ് ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുമ്പോൾ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട്, ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ ഇന്ന് ആഗസ്റ്റ് 15-ന് ഒരു ബിരിയാണി ചലഞ്ച് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടക്കുകയാണ്. ഇപ്പോൾ ആയിരക്കണക്കിന് ബിരിയാണി പാക്കറ്റുകളാണ് ഇന്ന് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ സഞ്ജയ് മോന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ബിരിയാണി ചലഞ്ചിലൂടെ കിട്ടുന്ന മുഴുവൻ പണവും സഞ്ജയുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി സമർപ്പിക്കും. ഇപ്പൊ തന്നെ ഒരു 8,000-ഓളം ബിരിയാണികൾ ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരു 4,000-ഓളം നമുക്ക് കൊടുക്കാനായിട്ട് ഇനിയുമുണ്ട്. ഇന്ന് അത്രത്തോളം ഇവിടെ സ്റ്റോക്കിയിട്ടുള്ള സാധനങ്ങൾ തീരുന്നത് വരെ ബിരിയാണി കൊടുത്തുകൊണ്ടിരിക്കും. നാടാകെ ഈ വലിയ ഒരു ചുമതലയും കർത്തവ്യവുമാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്നേ വരെ ഇത്രയും ഒരു ഐക്യത്തോടു കൂടി
ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ്. അത് ഒരു സംഘടന എന്നുള്ളതിലേക്ക് അപ്പോൾ കുടുംബശ്രീ ഏറ്റെടുത്ത ആ ദൗത്യം ഒരു സംഘടനയുടെയും ബാനർ അല്ലാതെ തന്നെ പല പ്രമുഖരായിട്ടുള്ള ആളുകൾ, ഉന്നത നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, ഉന്നത വ്യക്തികൾ എല്ലാവരും കുടുംബശ്രീയുടെ കീഴിൽ അണിനിരന്നുകൊണ്ട് വളണ്ടിയർമാരായാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവരും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇനിയും ഫണ്ട് ആവശ്യമാണ്. ബിരിയാണി ചലഞ്ച് കഴിഞ്ഞാലും മറ്റ് ഫണ്ടുകൾ QR കോഡ് വഴിയും അക്കൗണ്ട് വഴിയും പണം നേരിട്ടല്ല സ്വീകരിക്കുന്നത്, അക്കൗണ്ട് വഴിയാണ് സ്വീകരിക്കുന്നത്. ആ പ്രവൃത്തി ഇനിയും നടന്നുകൊണ്ടിരിക്കുന്ന 2 ആഴ്ചയാണ് ഈ സർജറി നടക്കാൻ ആവശ്യമുള്ള ദിവസം. 2 ആഴ്ചക്കുള്ളിൽ മുഴുവൻ രൂപയും സമാഹരിക്കാൻ പറ്റും. സർക്കാരിന്റെ പല ഏജൻസികൾ, പല സംഘടനകൾ, പല സർക്കാർ ഏജൻസികൾ എല്ലാം തന്നെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. സഞ്ജയ് മോന് വേണ്ടി ഞങ്ങള് കുടുംബശ്രീക്കാരാണ്. ഞങ്ങൾ ഒത്തൊരുമയായിട്ടും പാർട്ടി അല്ലാതെയും പാർട്ടി ഇങ്ങനെ ഒരു വേർതിരിപ്പും ഇല്ലാതെ എല്ലാരും ഒത്തൊരുമയായിട്ട് സഞ്ജയ് മോന് വേണ്ടി ഒരു ബിരിയാണി അല്ല, അതിന്റെ ജീവനാണ് ഞങ്ങള് കൊടുക്കാൻ വേണ്ടി, അല്ലാതെ ഒരു ബിരിയാണി എന്നുള്ളതല്ല. ഇതൊരു കൂട്ടായ്മ കൊണ്ട് അവന്റെ ആരോഗ്യം നമുക്ക്, അവന്റെ അസുഖം മാറി അവനെ ജീവന് വേണ്ടി ഞങ്ങള് പ്രാണൻ കളഞ്ഞു അവന്റെ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണേന്ന് ഞങ്ങളെ പ്രാർത്ഥനയോടുകൂടി അവനെ ഞങ്ങള് സഞ്ജയ് ഞങ്ങളെ കുടുംബശ്രീയിലെ അംഗത്തിന്റെ അംഗമാണ്. കൊച്ചിന്റെ അമ്മ അതിന്റെ മോനാണ്. ഞങ്ങള് അതിനുവേണ്ടി ഞങ്ങൾ ഒത്തൊരുമയായിട്ട് പ്രവർത്തിച്ച് ഞങ്ങൾക്കൊരു ബിരിയാണി അല്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം. ഞങ്ങൾക്ക് ആ പൊന്നുമോന്റെ ജീവനാണ്, ജീവന്റെ വിലയാണ്. ഞങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കണ. ഞങ്ങൾ അതിന്റെ ആയുസ്സിന് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥനയോടെ